പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനത്തെ FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നു. ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് സംസ്ഥാന സർക്കാർ കമ്മീഷൻ നൽകാത്തത് മൂലം കരാറുകാർ ട്രാൻസ്പോർട്ടിംഗ് നിർത്തിവച്ചതാണ് സാധനങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണം. സംസ്ഥാനത്തിൻ്റേത് ഗുരുതര അനാസ്ഥ ആണെന്നും ട്രാൻസ്പോർട്ടിംഗ് കൂടി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമെന്നും BJP നേതാവ് MT രമേശ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ സൗജന്യമായി 5 കിലോ ഭക്ഷ്യധാന്യം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. സംസ്ഥാനത്ത് 1.5 കോടിയോളം ആളുകൾ പദ്ധതിയുടെ ഉപഭോക്താക്കളാണ്. ഇത്രയും ആളുകൾക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങളാണ് FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നത്. റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകേണ്ട 150 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ FCIയിൽ നിന്ന് എടുക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കരാറുകാർ. എന്നാൽ ഈ വകയിലുള്ള കേന്ദ്ര സർക്കാർ വിഹിതം നേരത്തെ തന്നെ സംസ്ഥാനത്തിന് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ അവരിലേക്ക് എത്താതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് BJP നേതാവ് MT രമേശ് പ്രതികരിച്ചു. സംസ്ഥാനത്തിന് സാധിക്കില്ലെങ്കിൽ ആ ചുമതല കൂടി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെയും ഭക്ഷ്യവിതരണ മന്ത്രാലയത്തിൻ്റെയും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഇക്കാര്യത്തിലുള്ളത്. ഇല്ലെങ്കിൽ സർക്കാർ പറയണം, ഈ FCI ഗോഡൌണുകളിൽ എത്തുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് റേഷൻ കടയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞാൽ അതുകൂടി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കും. ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. തുല്യമാണ്, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നടപടിയാണ്. പൊതുവിതരണ സംവിധാനത്തെ പോലും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത സംസ്ഥാന സർക്കാർ ജനങ്ങളെ പട്ടിണിക്കിടുകയാണെന്ന ആരോപണവുമുണ്ട്. ജനം, കോഴിക്കോട്.